السلام عليكم ورحمة الله تعالى وبركاته. الحمد لله الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. بسم الله الرحمن الرحيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. مات رسول الله في هجري وبين نهري وسهري. ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ ഉസ്താദുമാരെ, സ്നേഹനിധികളായ മുത്തഅല്ലിം വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതുപോലെ തന്നെ അവൻ്റെ ജന്നാത്തുൻ നഈമിൽ നാം എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ഞാൻ ആമുഖമായി പ്രാർത്ഥിക്കുകയാണ്. അൽഹംദുലില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അപാരമായ അനുഗ്രഹത്താൽ അങ്ങനെ നമ്മളിലേക്ക് ഒരു നബിദിനം കൂടി കടന്നു വന്നിരിക്കുകയാണ്. ഈ അവസരത്തിൽ സ്നേഹമാണ് മുത്തുനബി എന്ന വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ട് ഏതാനും ചില കാര്യങ്ങൾ നിങ്ങൾക്ക് മുമ്പായി പങ്കുവെക്കാൻ ഞാൻ ഉദ്ദേശിക്കുകയാണ്. അതിനെനിക്ക് തൗഫീഖ് നൽകിയ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഞാൻ ആദ്യമായി സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹീൻ വ അൽ മുഅ്മിനീങ്ങളെ, സാഹചര്യത്തിന്റെ അനിവാര്യത തിരിച്ചറിഞ്ഞ് ലോകമെമ്പാടും കാരുണ്യം വാരിക്കോരി കൊടുക്കുന്ന ഒരു സ്വഭാവമാണ് ലോകത്തിന്റെ നായകനെ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടേത്. തൻ്റെ ജീവിതം അത് തൻ്റെ ഉമ്മത്തിന് എന്ന നിയത്തോടുകൂടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഭൂമി ലോകത്തേക്ക് പൂജാതനായതും. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു മറ്റൊരു നബിമാർക്കും കൊടുക്കാത്ത ഒട്ടനവധി മുഅ്ജിസത്തുകൾ, ഒട്ടനവധി കറാമത്തുകൾ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനെ കാണണമെന്ന് പറഞ്ഞുകൊണ്ട് വാശി പിടിച്ചപ്പോ അള്ളാഹുവിന്റെ നബിമാരിൽ റബ്ബിനോട് സംസാരിച്ച മൂസാ നബിയോട് അള്ളാഹു പറയുകയാണ്, യാ മൂസാ ലൻ തറാനി, എന്നെ കാണാൻ നിനക്ക് കഴിയില്ല, എന്നെ കാണാൻ നിനക്ക് കഴിയില്ല. അള്ളാഹു പറയുകയാണ്, എന്നെ കാണാൻ നിനക്ക് കഴിയില്ല. فمبلغ العلم أنه بشر وأنه خير خلق الله كلهم. എല്ലാ നബിമാരെക്കാളും ഉത്തമരല്ലയോ ഹബീബുന, ആ നബിയെ പറ്റി സാധാരണക്കാരനാണെന്ന് ഇനിയെങ്കിലും നാം പറയില്ലേ? ഹബീബിനെ പറ്റി പറയുമ്പോൾ വേദനയുണ്ട്. എല്ലാ നബിമാരെക്കാളും ഉത്തമരല്ലയോ ഹബീബന, ഹബീബിനെ പറ്റി പറയുമ്പോൾ വേദനയുണ്ട്. ഇത് പറയുന്നത് ഇസ്ലാമിന്റെ ശത്രുക്കളാണെങ്കിൽ വിവരക്കേട് കൊണ്ടാണെന്ന് മനസ്സിലാക്കാം. ഇത് കാപട്യമാണെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇത് നിഫസാഇന്റെ അടയാളമാണെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. വിശുദ്ധ ഖുർആനല്ലേ അവിടുന്ന് പറഞ്ഞത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനൂ, ഓ സത്യവിശ്വാസികളെ, ഓ ഈമാനുള്ളവരെ, ലാ തർഫഉ അസ്വാതകും ഫൗക സൗത്തിൻ നബി, എൻ്റെ നബിയെക്കാളും നിങ്ങൾ ശബ്ദം ഉയർത്തരുതേ. സൂറത്തുൽ ഹുജറാത്തിൽ 2-ാമത്തെ ആയത്ത്. എൻ്റെ നബിയെക്കാളും നിങ്ങൾ ശബ്ദം ഉയർത്താൻ പാടില്ല. വലാ തസ്ഗറൂ ലഹു ബിൽ ഖൗലി കജഹരി ബഅദികും ലിബഅദ്
നിങ്ങൾ പരസ്പരം സംസാരിക്കുന്നത് പോലെ എൻ്റെ ഹബീബിന്റെ മുമ്പിൽ നിന്ന് നിങ്ങൾ സംസാരിക്കരുതേ. അഥവാ നിങ്ങളെങ്ങാനും അങ്ങനെ സംസാരിച്ചാൽ അന്തഹബത അമാലുക്കും, നിങ്ങളുടെ അമലുകൾ പൊളിഞ്ഞു പോകുന്നതാണ്. നിങ്ങൾ പഠിപ്പിക്കുന്നത് തൗഹീദായിരിക്കാം, ഇതൊന്നും അള്ളാഹ്ക്ക് പ്രശ്നമില്ല. എൻ്റെ ഹബീബിനോട് ബഹുമാനമില്ലാതെയാണ് സംസാരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ അമലുകളെല്ലാം പൊളിഞ്ഞു പോകുന്നതാണ്. വഅൻതും ലാ തശ്ഉറൂൻ, നിങ്ങളത് അറിഞ്ഞില്ല എന്ന് വരാം. ഇതൊന്നും അള്ളാഹ്ക്ക് പ്രശ്നമല്ല. എൻ്റെ ഹബീബിനെ താറടിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ നിസ്കാരം എനിക്ക് വേണ്ട, നിങ്ങളുടെ നോമ്പ് എനിക്ക് വേണ്ട, ഇതൊന്നും എനിക്ക് വേണ്ട. അള്ളാഹു പറയുകയാണ്, എല്ലാ നബിമാരെയും അല്ലാഹു പേരെടുത്തുകൊണ്ടാണ് അവന്റെ വിശുദ്ധ ഖുർആനിലൂടെയും മറ്റും പറഞ്ഞത്. യാ മൂസ, യാ ഈസ, യാ ഇബ്രാഹിം. പക്ഷേ ലോകത്തിന്റെ നായകനെ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് അല്ലാഹു പോലും പറഞ്ഞിട്ടില്ല മുഹമ്മദ് എന്ന്. പറഞ്ഞത് നാല് വാക്കുകളാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹൽ മുസമ്മിൽ, ഓ മുസമ്മിലായോരേ നബിയേ. യാ അയ്യുഹൽ മുദ്ദസ്സിർ, ഓ പുതപ്പെട്ട് മൂടിക്കിടക്കുന്നവരെ നബിയേ. യാ അയ്യുഹർ റസൂൽ, ഓ റസൂലായവരെ നബിയേ. യാ അയ്യുഹൻ നബി, ഓ നബിയായവരെ എന്നാണ്. അല്ലാഹുക്ക് വിളിക്കാൻ പറ്റാത്തത് കൊണ്ടാണോ മുഹമ്മദ് എന്ന്? അല്ല. ആയിരക്കണക്കിന് തവണ അഭിസംബോധന ചെയ്യുന്ന സമയത്തും അള്ളാഹു പോലും വിളിച്ചിട്ടില്ലല്ലോ മുഹമ്മദ് എന്ന്. അങ്ങനെയെങ്കിൽ നാം ഭാഷയിൽ പരിഭാഷപ്പെടുത്തുമ്പോൾ ശ്രദ്ധിക്കണ്ടേ. ഖൽബിൽ ഹബീബിനോട് സ്നേഹമുള്ളവന് ഇത്തരത്തിലുള്ള നീചമായ പ്രവർത്തനം ചെയ്യാൻ സാധിക്കുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലേക്ക് കടന്നു വന്നു. 10 വർഷം പൂർത്തിയായി. അങ്ങനത്തെ ഒരു റബീഉൽ അവ്വൽ 12-നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞു പോകുന്നത്. സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ വീട്ടിൽ കിടക്കുകയാണ് റസൂലുള്ളാഹി. ആയിഷ ബീവിയുടെ മടിയിൽ തലവെച്ചുകൊണ്ട് കിടക്കുകയാണ് റസൂലുള്ളാഹി. പെട്ടെന്ന് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ